സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരണമാണ് ഇരു നേതാക്കളും അടുത്തയാഴ്ച കേരളത്തിലെത്തുന്നത്. കേരള വിഷയങ്ങൾ മുൻപ് കൈകാര്യം ചെയ്ത നേതാവാണ് വീരപ്പ മൊയ്ലി. സംസ്ഥാന കോൺഗ്രസിൽ ഐ വിഭാഗം നേരത്തെ തന്നെ മുകുൾ വാസ്നിക്കിനെ സമീപിക്കുകയും തങ്ങളുടെ പരാതി ബോധിപ്പിക്കുകയും ചെയ്തതാണ്. പാർട്ടി സർക്കാർ ഏകോപന സമിതിയിലും എംപിമാരുടെയും മന്ത്രിമാരുടെയും യോഗത്തിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക സംബന്ധിച്ച അഭിപ്രായ രൂപീകരണത്തിനായാണ് വീരപ്പ മൊയ്ലി എത്തുന്നത്. പ്രകടന പത്രികയുടെ കരട് നേരത്തെ തന്നെ വിവിധ പാർട്ടി ഘടകങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിനായി നൽകിയിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട DCC യോഗങ്ങളിൽ ഇരു നേതാക്കളും പങ്കെടുക്കുകയും പ്രകടന പത്രിക സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. നേതാക്കളുടെ സന്ദർശനം പരിഗണിച്ച് 10-ന് മുമ്പായി ജില്ലാ ഭാരവാഹികളുടെ പുനഃസംഘടന പൂർത്തിയാക്കാൻ KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നപരിഹാരത്തിന് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കണമെന്ന് ഘടകകക്ഷി നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ പുനഃസംഘടനയടക്കമുള്ള വിഷയങ്ങളിലും നിർണായക ചർച്ചകൾ നടന്നേക്കും. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ അതീവ ഗൗരവമാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. കേരള സന്ദർശനത്തിനെത്തിയ സോണിയാഗാന്ധി തന്റെ അതൃപ്തി മുഖ്യമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും അറിയിക്കുകയും ചെയ്തിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.